നമ്മുടെ സിനിമയിൽ പറയുന്ന എല്ലാ ഹീറോയിലും ഒരു വില്ലനുണ്ട്, എല്ലാ വില്ലനിലും ഒരു ഹീറോ ഉണ്ടെന്ന് പറഞ്ഞ പോലെ മാടമ്പിയിലും അതിശക്തരായ എതിരാളികൾ നമുക്കുണ്ടായിരുന്നു അല്ലേ? കുറുപ്പന്മാരാണ് അല്ലേ? പരമേശ്വര കുറുപ്പ്. അതെ, പരമേശ്വര കുറുപ്പും മക്കളും അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? തീർച്ചയായിട്ടും. പരമേശ്വര കുറുപ്പായി വേഷമിട്ട ശ്രീ VK ശ്രീരാമനും വിജയകുമാറും പിന്നെ MR ഗോപകുമാറും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാ ചേട്ടന്മാർക്കും അതായത് ഞങ്ങൾ മാടമ്പി എന്ന സിനിമയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഈ ഗോപകുമാർ ചേട്ടൻ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. നിങ്ങൾ എങ്ങനെ ഈ ഫാമിലിയിൽ ചെന്ന് വിട്ടു? അതായത് ഒരു ചരിത്രത്തിന്റെ ഒരു അവസ്ഥയിൽ, ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെന്ന് പെട്ടു പോകുന്നതാണ്. ശ്രീരാമേട്ടൻ ആ സിനിമയിലേക്കൊക്കെ പ്രധാനമായിട്ട് ആകർഷിക്കപ്പെടുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഒറ്റപ്പാലം, ഷൊർണൂർ, ചെറുതുരുത്തി, ഭാരതപ്പുഴ, വരിക്കാശ്ശേരി മന, ഇത് ഒളപ്പമണ്ണ മന, മോഹൻലാൽ, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ നമ്മുടെ വീടായിട്ടാണ് പലരും പറയുന്നത്. അതായത് എൻ്റെയും ശ്രീരാമേട്ടൻ്റെ ഒക്കെ ഒരു തറവാട് പോലെയാണ് വരിക്കാശ്ശേരി മനയെ പലരും കാണുന്നത്. ഒരുപാട് സിനിമകൾ നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പോഴും അവിടെ പോയിട്ട് നമ്മൾ തൊഴാറുണ്ട്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ ആളില്ലെങ്കിൽ പോലും ഇവിടെയൊക്കെയല്ലേ ഇതൊക്കെ ഉണ്ടായതെന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഓർമ്മ എനിക്ക് തോന്നുന്നത് ദേവാസുരൊക്കെ ആയിരുന്നിരിക്കും. അതിനുശേഷമാണ് ഈ സിനിമയൊക്കെ വരുന്നത്. എന്തായാലും ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരുപാട് സിനിമകൾ ഇങ്ങനെയുള്ള ലാലിൻ്റെ എനിക്ക് തോന്നുന്നു കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ടായിട്ടുള്ളത് ആ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ചും കലാകാരന്മാരുടെ ഒരു നാടാണത്, ആ ഒറ്റപ്പാലവും അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ. വിജയകുമാർ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അപ്പോൾ അപ്പം ലാൽ സാറിൻ്റെ കൂടെ ഇപ്പം ഞാൻ വിജയകുമാർ എന്ന നടനല്ല, മലയാളത്തിലെയും എല്ലാ ഭാഷകളിലെയും നടന്മാരും ആഗ്രഹിക്കുന്നതാണ് മോഹൻലാലുമായിട്ട് ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു ഭാഗധേയമായി മാറുക എന്നുള്ളത്. അതെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂ ജനറേഷൻ ആയിരുന്നാലും ശരി, ഓൾഡ് ജനറേഷൻ ആയിരുന്നാലും ശരി. അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ലീഡ് റോൾ ചെയ്യുന്നൊരു സിനിമ, അതിലൊരു വേഷം എന്നൊക്കെ പറയുമ്പോൾ എന്നെപ്പോലൊരു നടൻ തീർച്ചയായിട്ടും അതിൽ, അതിന് മുമ്പ് ഞാൻ ലാലേട്ടനായിട്ട് ചെയ്തത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷെ അതിനുശേഷം എന്തോ ദൈവം ഇങ്ങനൊരു ഭാഗ്യം തന്നു. ലാലേട്ടൻ്റെ കൂടെ നിരവധി സിനിമകൾ ചെയ്യാൻ തന്നു. അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ്റെ കൂടെയും ഉണ്ണിയേട്ടനുമായിട്ടും വളരെ ഒരു ഇൻറ്റമസി ഉണ്ട്. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.